ശരി, ഇനി മറ്റു വാർത്തകളിലേക്ക്, പ്രത്യേകിച്ച് അന്തർദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ലെബനനിൽ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 400-ലേറെ പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ലെബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. സ്ഥിതി യുദ്ധവ്യാപനത്തിലേക്ക് നയിക്കുമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. വി കെ സുഹൈൽ ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, ഇന്നലെയാണ് അസാധാരണമായ രീതിയിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. അതിന് പിന്നാലെ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നു. ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഈ പശ്ചിമേഷ്യയിൽ ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക? ജിൽസി, അത്യസാധാരണമായ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ രീതി കഴിഞ്ഞ ദിവസം വാക്കി ടോക്കിൻ്റെ രൂപത്തിലാണ് വന്നത് എന്ന് നമുക്ക് പറയാം. 20 മരണം സംഭവിച്ചിരിക്കുന്നു, 450 പേർ പരിക്കേറ്റിരിക്കുന്നു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 5 മാസത്തിന് മുമ്പ് മാത്രമാണ് ഈ വാക്കി ടോക്കികൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് മരണം ഉണ്ടായതെങ്കിൽ സമാനമായി തന്നെ ഈ അടുത്ത സമയത്ത് ഹിസ്ബുള്ള ഉപയോഗിച്ച ഡിവൈസുകളാണ് ഇപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, മൊസാദിൻ്റെ കൃത്യമായൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഹിസ്ബുള്ള ആരോപിക്കുന്നു, അതോടൊപ്പം തന്നെ ലെബനീസ് സുരക്ഷാ മന്ത്രാലയം അടക്കം ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് തങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഡിവൈസുകളിലാണ്, ഇലക്ട്രോണിക് ഡിവൈസുകളിലാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ പ്ലാനിങ് നടന്നിട്ടുള്ളത്? ആരാണ് ഇതിന് പങ്കാളികളായിട്ടുള്ളത്? ഹിസ്ബുള്ളയുടെയോ അല്ലെങ്കിൽ ലബനാനുള്ളിലുള്ള ഏതെങ്കിലും ആളുകൾ ചാരന്മാരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ പരിശോധിക്കുകയാണ്. പലരും ഇപ്പോൾ ഈ ആക്രമണത്തിന് ഭാഗമായുള്ള തിരിച്ചടികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഹിസ്ബുള്ള ആരംഭിച്ചു കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. അതോടൊപ്പം ഇസ്രായേലിനുള്ളിൽ പുതിയൊരു യുദ്ധത്തിൻ്റെ തുടക്കമാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നു. ഈ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. സുരക്ഷാ മന്ത്രാലയം അടക്കം അതിനായുള്ള എല്ലാ കരുതലുകളും സ്വീകരിക്കുകയാണ്. ഈ മേഖലയിൽ വിമാന സർവീസുകൾ വിവിധ കമ്പനികൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.